സഹൃദരെ നമസ്കാരം. മാച്ച് 42 GT വേഴ്സസ് RCBയുടെ ഫസ്റ്റ് ഇന്നിങ്സ് RCBയുടെ കഴിഞ്ഞിരിക്കുകയാണ്. 19.2 ഓവറിൽ 155 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ഈ സീസണിൽ ആദ്യമായിട്ടാണ് RCB ഓൾ ഔട്ട് ആവുന്നത്. എന്തായാലും നമ്മുടെ കോഹ്ലി ആദ്യം ഒരു ഭീകര സ്റ്റാർട്ടാണ് കൊടുത്തത് കേട്ടോ. റബാഡ ഫസ്റ്റ് ഓവറിൽ 5 ഫോർവേഡ് ചേർത്ത് 21 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും റബാഡിൻ്റെ അടുത്ത ഓവറിൽ കോഹ്ലി എടുക്കാനുണ്ടായത്. കോഹ്ലിനെ റബാഡ 5 പ്രാവശ്യം IPL ഇതുവരെ എടുത്തിട്ടുണ്ട്. കോഹ്ലി 28 റൺസിന് 13 ബോളിൽ നിന്ന് എടുത്തായിരുന്നു. 5 4ഉം 1 6 ഉൾപ്പെടെയാണ്. അതുപോലെ ദേവദത്ത് പടിക്കൽ 40 റൺസ് 24 ബോളിലും, പട്ടിദാർ 19 റൺസ് 15 ബോളിലും, ഷെപ്പേർഡ് 17 റൺസ് 15 ബോളിലും. അത് കഴിഞ്ഞവർക്ക് വിക്കറ്റ് ഒരുപാട് പോയി. 126-ന് 7 ആ റേഞ്ചിലൊക്കെ 96-ന് 6 അതിനുശേഷം അവർ ഇമ്പാക്ട് പ്ലെയറിനെ കുറിച്ച് ചിന്തിക്കുകയും വെങ്കടേഷ് അയ്യറിനെ ഇറക്കുകയും ചെയ്തു. വെങ്കടേഷ് അയ്യർ 12 റൺസ് 15 ബോളാണ് എടുത്തത്. ഭുവനേശ്വർ കുമാർ അത്യാവശ്യം ബാറ്റ് കൊണ്ടും പറ്റും പോലെ 15 ബോൾ 15 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 4 അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോളിംഗ് പെർഫോമൻസ് പറഞ്ഞാൽ അർഷദ് ഖാൻ 22 റൺസിന് 3 വിക്കറ്റ് 3.2 ഓവേഴ്സിൽ. സിറാജ് 30 റൺസിന് 1 വിക്കറ്റ് 4 ഓവറിൽ. റാഷിദ് ഖാൻ ഇന്ന് ഫോർ എ ചേഞ്ച് ഫസ്റ്റ് ഓവർ തന്നെ വിക്കറ്റ് എടുത്തു. 19 റൺസ് 2 വിക്കറ്റ് 4 ഓവറിൽ അടിപൊളിയായിട്ട് എറിഞ്ഞായിരുന്നു കേട്ടോ. ഹോൾഡർ 29 റൺസിന് 2 വിക്കറ്റ് എടുത്തു. അതിന് പുറമെ 3 ക്യാച്ചും എടുത്തു. എവിടെ അടിച്ചാലും ഹോൾഡറിന്റെ കയ്യിലേ പോകുന്ന അവസ്ഥയിലായിരുന്നു. അടിപൊളി ക്യാച്ചസ് ആയിരുന്നു കേട്ടോ എല്ലാം. ഹോൾഡർ ഒരു നിർണായക ഘടകമായിരുന്നു. റബാഡ 44 റൺസിന് 1 വിക്കറ്റ് എടുത്തൊരു വിക്കറ്റ് കിങ് കോഹ്ലിയുടെ വിക്കറ്റ് ആയിരുന്നു. എന്തായാലും അടിപൊളി. ഇനി ഈ സ്കോർ ഡിഫെൻഡ് ചെയ്യുമോ നമ്മുടെ ഭുവനേശ്വർ കുമാറും ഹേസിലോടും കൂടെ? കഴിഞ്ഞ കളിയിൽ ഇവർ ആദ്യത്തെ 6 വിക്കറ്റ് പവർ പ്ലേ എടുത്ത പോലെ ഇന്ന് അങ്ങനെ ഒരു ചരിത്ര നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ അവർക്ക് എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇടം കയ്യൻ കൊടും ഫാസ്റ്റ് ബോളർ കുനാൽ പാണ്ഡ്യ എന്ത് ചെയ്യുമെന്നുള്ള നമുക്ക് അറിയത്തില്ല. ഭുവനേശ്വർ സുയാൻഷ് ഷെപ്പേർഡ് അറിയാറുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇത് ഡിഫെൻഡ് ചെയ്യുമോ ഇല്ലേ? നമ്മുടെ GTയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഗില്ലും സായി സുരക്ഷയോടെ തന്നെ നല്ലൊരു ഹെവി സ്റ്റാർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബട്ട്ലറും കൂടെ വന്ന് സാധാരണ നല്ലൊരു തീർക്കുന്ന രീതിയിലാണ് ചെയ്യുക. പിന്നെ ഷാരൂഖ് ഖാൻ ഉണ്ട്, അതുപോലെ എന്താ പറയുക ഹോൾഡർ, അങ്ങനെ ഒരു റാഷിദ് ഖാൻ, ഇതെല്ലാവരും ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അവരെ ഇമ്പാക്ട് പ്ലെയർ ആരാവും ഇമ്പാക്ട് പ്ലെയർ അറിയാനും പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇത് ഡിഫെൻഡ് ചെയ്യില്ലെന്ന് സെക്കൻഡ് ഇന്നിങ്സ് കഴിഞ്ഞാണ്. ബൈ.